രാജ്യത്ത് ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയെന്ന ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള അടിമാലിയിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചോ പോലും ആർക്കും ഒരഴിമതിയും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിരഹിതമായ ഭരണ സംവിധാനം ഉണ്ടാക്കിയ ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേതെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ആരോപണങ്ങളെ പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മൾ വായിക്കുക, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഒരു മാനദണ്ഡമായി ആക്ഷേപമായി ചുരുങ്ങിയാൽ ഏറ്റവും വലിയ അഴിമതി പാർട്ടി, അഴിമതി ഭരണകൂടം കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയാണ് എന്ന് അടിവരയിട്ട് നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. എൻ്റെ ഒരു ചോദ്യം, കഴിഞ്ഞ 11 കൊല്ലങ്ങളായി, ആ 11 കൊല്ലക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ എതിരായി ഒരു ആരോപണം, ഞാൻ അർത്ഥമാക്കുന്നത് ഒരു ക്രൈം, ഒരു FIR എതിരാളികൾക്ക് ഇന്ന് വരെ സമർപ്പിക്കേണ്ട ഗതികേട് വരാത്ത 11 മാസക്കാലത്തെ അഴിമതി മുക്തമായ ഭാരതം, ആ ഭാരതത്തിൻ്റെ ഇന്നത്തെ ജൈത്രയാത്ര, ആ ജൈത്രയാത്രയിൽ കേന്ദ്രത്തിലെ ഈ 3 സർക്കാരുകളുടെയും മന്ത്രിമാർ മാത്രമല്ല, പ്രധാനമന്ത്രി മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, ഒരു പേഴ്സണൽ സ്റ്റാഫിനെതിരായിട്ട് പോലും ഒരാരോപണം ഉയർന്നു വരാത്തവണ്ണം അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയ ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേത്.